നമസ്കാരം. ഈ ദിവസങ്ങളിൽ ആകെ കാണാൻ സാധിച്ച ഫാമിലി എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. ഫാമിലി എന്ന പേര് കേൾക്കുന്ന സമയത്ത് ജയറാമേട്ടൻ്റെ സിനിമകൾ, ഫാലിമി പോലുള്ള സിനിമകൾ, ഹോം പോലുള്ള സിനിമകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഒന്നെടുത്ത് പ്ലേ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സിനിമയുടെ മൂഡ് എന്താണ് എന്നുള്ളത്. അതേപോലെ ആ ഒരു ട്രെയിലറിൽ നിന്നും സിനിമയിൽ നിന്നും എനിക്ക് തോന്നിയൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിലറിൽ ഞാൻ പ്രതീക്ഷയോടെ കാണാൻ ആഗ്രഹിച്ച ഒരു ലെയർ വേറെയാണ്. സിനിമയിൽ വേറൊരു ലെയറാണ് എൻ്റെ മുൻപിലേക്ക് വന്നത്. അതിൽ നിന്ന് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒത്തിരിയധികം ലെയറുകളുള്ള ഒരു സിനിമയാണ്. ഡോൺ പാലത്തറയുടെ ഒരു സിനിമ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും മേളകളിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള സിനിമകളാണ്. മുഖ്യധാര സിനിമ കാഴ്ചയിലേക്ക് പലപ്പോഴും ഡോൺ പാലത്തറയുടെ സിനിമകൾ വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മുഴുനീള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ധാരാളം പരീക്ഷണങ്ങൾ സിനിമയിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഡോൺ പാലത്തറ. ഷെറിൻ കാതറിൻ, ഡോൺ പാലത്തറ എന്നിവർ ചേർന്നാണ് ചിത്രം എഴുതിയിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ പശ്ചാത്തലം ആവിഷ്കരിച്ചിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇടുക്കിയിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. ഇതൊരു കഥയല്ല, ഇതൊരു കണക്ട് ചെയ്തിട്ടുള്ള കുറേയധികം ഇവൻസിനകത്തൂടെ പറയുന്ന ഒരു സംഭവമാണ്. ഇതിനകത്തുള്ള ഒരു ക്യാരക്ടറിനെയാണ് നമ്മളുടെ മുൻപിലേക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ ഇടുക്കിയിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയുണ്ട്, ഇവിടെ ഒരു വീട് വെച്ച് താമസിച്ചാലോ എന്നുള്ളത്. ഈ മൂടൽമഞ്ഞ്, അതേപോലെ തന്നെ കോട എന്നൊക്കെ പറയുന്ന ഒരു വൈബിൽ താമസിച്ചാലോ എന്നുള്ളത്. ഞാൻ അങ്ങനെ കൊതിമൂത്ത് അവിടെ 2 ദിവസം താമസിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഭയങ്കര ഏകാന്തതയാണ്. പലപ്പോഴും ഇങ്ങനെ മൂടിയ അന്തരീക്ഷം നമ്മളുടെ മൂഡിനെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കും. അതെനിക്ക് തോന്നുന്നു ബഹളങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആളുകളായതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മൂഡുണ്ടല്ലോ, ഈ ഒരു മൂഡ് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടും. ആ ഒരു ഏകാന്തമായിട്ടുള്ളൊരു മൂഡ്. പലപ്പോഴും പല മലയാള ചിത്രങ്ങളും ഗ്രേ ഷെയ്ഡിലുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാനായിട്ട് ആ ഒരു പശ്ചാത്തലം എടുത്തിട്ടുണ്ട്. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന സിനിമ ശരിക്കും ഭയങ്കര രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന പശ്ചാത്തലമുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ സോണി എന്ന് പറയുന്ന കഥാപാത്രത്തിന് കുറേയധികം ഗ്രേ ഷെയ്ഡുകളുണ്ട്, കുറേയധികം ലെയറുകളുണ്ട്. വിനയ് ഫോർട്ടാണ് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിനയ് ഫോർട്ട് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറല്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകൻ അദ്ദേഹത്തിന് ഏത് റേഞ്ചിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതും അദ്ദേഹം ഏത് റേഞ്ചിൽ ഔട്ട്പുട്ട് ഇടും എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് അറിയാം. അപ്പോൾ വിനയ് ഫോർട്ടിൽ ഞാൻ പ്രതീക്ഷിച്ച വലിയ ചലഞ്ചൊന്നും ഇല്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു ശരിക്കും ഇതിനകത്തെ സോണി എന്ന് പറയുന്ന കഥാപാത്രം. ഫാമിലി എന്ന് പറയുന്നത് വിനയ് ഫോർട്ട് ഒരു ഫാമിലിയുടെ ഭാഗമാണ്. ഇടുക്കിയിലെ കുടുംബങ്ങൾ എന്നൊക്കെ പറയുമ്പം എല്ലാവരും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സർവൈവ് ചെയ്യാനായിട്ട് അങ്ങനെ പറ്റുള്ളൂ. നാട്ടുകാരൊക്കെ തമ്മിൽ വലിയ സഹകരണം വേണം. അപ്പോൾ ഈ സോണി എന്ന് പറയുന്ന കഥാപാത്രം നാട്ടിലെ എല്ലാവർക്കും പ്രിയങ്കരനാണ്. എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന പ്രിയങ്കരനായിട്ടുള്ള സിംഗിളായിട്ടുള്ള കഥാപാത്രങ്ങളിലൊക്കെ ചില സൈഡുകളുണ്ടല്ലോ, ആ ഒരു സൈഡുകളൊക്കെയാണ് സോണിയുടെ ചില സംഭവങ്ങൾ. ഇപ്പം ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഒരു വേട്ടക്കാരൻ, ഇര എന്നീ മൂടൊക്കെ നമുക്ക് തോന്നും. നമ്മൾ പലപ്പോഴും ഇവിടെ ഈ വേട്ടക്കാരൻ, ഇര എന്നീ കാര്യങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളിലാണ് കേൾക്കുന്നത്. ആ ഒരു വാർത്തകളൊക്കെ എടുത്തു നോക്കിയാലും പലപ്പോഴും ഇരയാക്കപ്പെടുന്ന ആൾക്ക് ഏറ്റവും കൂടുതൽ ചൂഷണം നേരിടേണ്ടി വരുന്നത് പിന്നീട് സമൂഹത്തിൽ നിന്നാണ്. പലപ്പോഴും ഈ ഒരു വേട്ടക്കാർ എന്ന് നമ്മൾ പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് സൊസൈറ്റി തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് വേട്ടക്കാരൻ്റെ ക്രൂരമായിട്ടുള്ളൊരു ഭാവങ്ങളിലേക്ക് കൂടുതലായിട്ട് പോവാതെ അദ്ദേഹത്തെ അതിലേക്ക് നയിച്ച ചില സാഹചര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകാനും പറ്റി. ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കാണ്. ഇനി ഇതിൻ്റെ ഒരു മൂഡ് വേറെ ഒരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കാതൽ ഭയങ്കര സ്റ്റാറ്റിക് ഫ്രെയിംസ് ഉള്ള ഒരു സിനിമയാണ്. അതേപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കം സ്റ്റാറ്റിക് ഫ്രെയിംസ് ഉള്ള സിനിമയാണ്. ഇതൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്, ബോറടിക്കുമെന്നൊക്കെ ആൾക്കാർ പറയും. അങ്ങനെയുള്ള ആൾക്കാർ ഈ ഒരു സിനിമയുടെ ഏഴയിലത്തേക്ക് പോലും എത്തണ്ട എന്ന് ഞാൻ പറയും. കാരണം ഇതിൽ സ്റ്റാറ്റിക് ഫ്രെയിംസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ. ഞാൻ ആസ്വാദനത്തിൽ അവലംബിക്കുന്ന ഒരു രീതിയാണ്. സ്റ്റാറ്റിക് ഫ്രെയിംസ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു സംവിധായകൻ ഒരു സ്റ്റാറ്റിക് ഫ്രെയിം വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രെയിമിനകത്തുള്ള ആക്ടിവിറ്റികളിലേക്ക് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ആ ഒരു ഫ്രെയിമിൻ്റെ അകത്തുള്ള ഒരു ഇല ഇനക്കത്തിലേക്ക് പോലും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അപ്പം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മിക്കവാറുമുള്ള കേസുകളിൽ നമുക്ക് കിട്ടും. എന്നാൽ ചില സിനിമയിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ബോറടിക്കാറുണ്ട്. ഈ സ്റ്റാറ്റിക് ഫ്രെയിംസിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ സിനിമാ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു സംഗതിയാണ്, നിങ്ങൾ കടൽ തീരത്തേക്ക് നോക്കി തിരമാല എണ്ണി എത്ര നേരം വേണമെങ്കിലും നിൽക്കും, സ്റ്റാറ്റിക് ഫ്രെയിമാണ്, ബോറടിക്കത്തില്ല, പലപ്പോഴും ഡ്യൂറേഷൻ കൂടുതലാണ്. അതെന്തുകൊണ്ടാണ്? ആ ഒരു ഫ്രെയിമിനകത്ത് കുറേയധികം ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേയധികം സ്റ്റാറ്റിക് ഫ്രെയിമുകളും നല്ല ഗംഭീരമായിട്ടുള്ള ഇൻഡെപ്ത് ആക്ടിവിറ്റികളൊക്കെ ഉള്ള കുറേയധികം മുഹൂർത്തങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. ഇതിനകത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. കാരണം മറ്റേ കട്ട് പരിപാടി ഇല്ലല്ലോ. ഒരു ശവസംസ്കാര എന്താ പറയുന്ന ആൾക്കാരിങ്ങനെ ക്യൂ ആയിട്ട് വരുന്ന ഒരു യാത്ര ഉണ്ടല്ലോ, അത് ഇങ്ങനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 5 മിനിറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ എല്ലാവരും എത്രത്തോളം പ്രിപ്പയർഡ് ആയിരിക്കണം, അത് ഈ ഒരു സിനിമയിലുണ്ട്. അതേപോലെ തന്നെ കഥാപാത്രങ്ങൾ 2 പേര് വർത്തമാനം പറഞ്ഞ്
ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് അങ്ങ് നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ അങ്ങേയറ്റം നടക്കുന്നത് വരെ ആ ഒരു സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യണം. അയ്യോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടുപോകും. അങ്ങനെയുള്ള കുറേയധികം സംഭവങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. ഈ വേട്ടക്കാരൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പൂൺ ഫീഡിംഗ് ആണ്. നിങ്ങൾ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കുറേയധികം ലെയറുകൾ ഫീൽ ചെയ്യും. സനീറ്റ ചിറ്റിലപ്പള്ളി, ആൻഡോ ചിറ്റിലപ്പള്ളി എന്നിവരാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡോ ചിറ്റിലപ്പള്ളിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ എപ്പോഴും കാണാറുള്ളത്. അദ്ദേഹം ഒരു ഫോളോവറാണ്, സുഹൃത്താണ്. ഇനി കഥാപാത്രങ്ങളെക്കുറിച്ചിട്ട് പറയുമ്പോൾ വിനയ് ഫോർട്ട് ഞാൻ പറഞ്ഞു. ദിവ്യപ്രഭയുടെ കഥാപാത്രങ്ങൾ ഇപ്പോൾ നമ്മൾ കുഞ്ചാക്കോ ബോബനുമായിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഇതുപോലുള്ള സിനിമകളിലെ കഥാപാത്രങ്ങൾ, ഡെപ്തുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ആക്ട്രസ്സാണ്. ദിവ്യപ്രഭയുടെ നല്ല കഥാപാത്രമായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു. നിൽജ കെ ബേബി, ആ ഒരു കഥാപാത്രം നിൽജ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കഥാപാത്രം ശരിക്കും നമ്മൾ സിനിമയിൽ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്തിട്ടൊക്കെ ആസ്വദിക്കുന്ന സമയത്ത് ഗംഭീര ഒബ്സർവേഷനാണ്. അവിടെയാണ് ഡോൺ പാലത്തറയെ നമിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ ആ ഒരു ഇടുക്കി, ആ ഒരു മേഖലയുമായിട്ടൊക്കെ കണക്ഷൻ ഉള്ളത് കൊണ്ടും നാട്ടുകാരെങ്ങനെയാണ് എന്ന് അറിയാവുന്നത് കൊണ്ടും പിന്നെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ. ഇപ്പം ഈ റിയലിസ്റ്റിക് സിനിമകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇൻഡെപ്ത് സാധനങ്ങൾ പറയാനായിട്ട് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കാറുണ്ട്. ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ വലിയ പ്രശ്നങ്ങളില്ല. വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ. വേറെ ഏതെങ്കിലും മതമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറി പറയാനും പാടായിരിക്കും. വേറെ ഇഷ്ടം പോലെ കഥാപാത്രങ്ങളുണ്ട്. ഒരു ആൺകുട്ടിയുണ്ട്, അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്, അവരുടെ ഒന്നും പേരറിയില്ല. എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ്. പിന്നെ സ്റ്റാറ്റിക് ഫ്രെയിംസ്, ലോങ് ഡ്യൂറേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അത് സംവിധാനത്തിൻ്റെ ഒരു മികവാണ് കേട്ടോ. സിനിമാറ്റോഗ്രാഫി ജലീൽ ബാദുഷ, ഫ്രെയിംസ് കാണണം. ആ ഒരു പ്രകൃതിയും പറയാൻ പോകുന്ന കഥയും അതിൻ്റെ മൂഡും അനുസരിച്ചിട്ട് ഗംഭീരമായിട്ട് വെച്ചിരിക്കുന്ന ഫ്രെയിംസ്. സംവിധാനത്തിൻ്റെ മികവുണ്ട്. എന്നാലും ഒരു ഫ്രെയിം അങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ പറയുമല്ലോ, അതങ്ങനെ ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻപുട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരു എന്താ പറയുന്നത്, പിന്നെ ഒരു വഴിക്കടെ ഇവരിങ്ങനെ ദിവ്യപ്രഭയും കൂടെയുള്ള ആക്ട്രസ് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഷോട്ടുണ്ട്. അവിടുത്തെ നേച്ചർ കാണണം, ഒരു രക്ഷയില്ല. ഡോൺ പാലത്തറ തന്നെയാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും എൻ്റെ എഡിറ്റിംഗ് ക്ലാസ്സുകളിൽ ആളുകളോട് പറയുന്ന ഒരു സംഗതിയുണ്ട്. എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലും എഡിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമയെക്കുറിച്ചിട്ട്, നിങ്ങൾ പറയാൻ പോകുന്ന കഥയെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്വെയർ സ്കില്ല് മാത്രം മതി. വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം. നിങ്ങളുടെ സിനിമ നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു സാധ്യത ഭയങ്കരമാണ്. അൽഫോൻസ് പുത്രൻ, അതേപോലെ തന്നെ നമ്മുടെ പുതിയ സംവിധായകർ, കുറേയധികം ആളുകൾ സ്വയം എഡിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. ബേസിൽ സീജയാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം. നൈസാണ്. ടോട്ടലി ഇത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മൂഡിലുള്ളൊരു ചിത്രമാണ്. നിങ്ങളൊരു സിനിമ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇൻഡെപ്തായിട്ട് ഇരുന്നങ്ങോട്ട് ഫീൽ ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ബെസ്റ്റാണ്. ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന സിനിമയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ സിനിമ ആസ്വദിക്കുന്ന ആളുകളൊക്കെയാണ്, ഇൻഡെപ്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ശല്യം ചെയ്യാതെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഇത് തിയേറ്റർ വാച്ചിനൊക്കെ ഉണ്ടല്ലോ, സൂപ്പറാണ്. ഒരു ഗംഭീര തിയേറ്റർ വാച്ചാണ്. കാരണം വിഷ്വലുകളുടെ ഒരു ഇത്. പക്ഷേ നിങ്ങൾ മനസ്സൊക്കെ അതിനകത്ത് സമർപ്പിച്ചങ്ങ് ഇരിക്കണം. എനിക്ക് ഒരു സിറ്റുവേഷനിൽ പോലും ബോറടിച്ചില്ല കേട്ടോ. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ച ഞാൻ പറയുന്നത്, എനിക്കൊരു മൊമെൻറ്റിൽ പോലും ബോറടിച്ചിട്ടില്ല. ഭയങ്കര ജെന്യൂനായിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടു. നന്ദി.